നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 പുരാണേതിഹാസങ്ങളും ഉപനിഷത്തുക്കളും സ്തോത്രകാവ്യങ്ങളും ഒക്കെ പാരായണം ചെയ്യുന്നത് നമ്മുടെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാക്കണമെന്ന് ആചാര്യന്മാർ പറയുന്നു. അവ അനുഗ്രഹം ചൊരിയുന്നു എന്നതിന് പുറമെ നമ്മെ ആധ്യാത്മിക പഥത്തിൽ വളരെയേറെ മുന്നോട്ട് നയിക്കുക കൂടി ചെയ്യുന്നു. സദ്ഗ്രന്ഥ പാരായണം നമ്മുടെ അനാവശ്യ ചിന്തകളെയും സംശയങ്ങളെയും ഇല്ലാതെയാക്കുന്നു. അനാവശ്യ ആശങ്കകളെ അകറ്റി മനസ്സിന് സഞ്ചരിക്കാൻ പുതിയ ശ്രേഷ്ഠമായ പാത തുറന്നു തരുന്നു. മനസ്സിൻ്റെ അലച്ചിൽ ഒഴിവാക്കാൻ വഴിവെക്കുന്നു. അതിലൂടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു. ആർഷഗ്രന്ഥങ്ങൾ അർത്ഥബോധത്തോടെ പാരായണം ചെയ്യുമ്പോൾ നാം ഒരു വിധത്തിൽ അവയുടെ രചയിതാക്കളായ മഹാത്മാക്കളുമായി സമ്പർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മഹാത്മാക്കളുടെ നേരിട്ടുള്ള സത്സംഗം സാധ്യമാക്കാത്തപ്പോൾ ഇത്തരം പാരായണം പരോക്ഷമായ സത്സംഗമായി തീരും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. को हि भगवत् प्रिय स्यात् योन्यं नोद्वेजयेदनुद्विग्नः को हि भगवत् प्रिय स्यात् योन्यं नोद्वेजयेदनुद्विग्नः कस्मात् सिद्धिस्तपसो बुद्धि क्वनु भूसुरे कुतो कस्मात् सिद्धिस्तपसो बुद्धि क्वनु भूसुरे कुतो बुद्धि वृद्धोपसेवया के वृद्धा ये धर्मतत्त्वज्ञाः बुद्धि वृद्धोपसेवया के वृद्धा ये धर्मतत्त्वज्ञाः. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തവരാണ് ഭഗവാന് പ്രിയപ്പെട്ടവർ. ജീവിതത്തിൽ ഏത് മേഖലയിലുമുള്ള വിജയം സിദ്ധിയാണ്. തപസ്സിൽ നിന്നാണ് സിദ്ധിയുണ്ടാകുന്നത്. ശ്രീ ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിലെ 42-ാം ശ്ലോകത്തിലെ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളെയും വ്യാഖ്യാനിക്കുകയാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. ശങ്കരകൃതികളിൽ ഉൾപ്പെട്ട പ്രശ്നോത്തര രത്നമാലികയിൽ 42-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ അവസാനം നമ്മൾ പഠിച്ചത് 102-ാമത്തെ പ്രശ്നവും അതിനുള്ള ഉത്തരവുമാണ്. കാ ദുർലഭ നരാണാം, മനുഷ്യന്മാർക്ക് ദുർലഭമായത് എന്താണ്? ഹരിഭക്തി, ഈശ്വരഭക്തിയാണ്. പാതകം ചക്കിം, മനുഷ്യന്മാരുടെ പാതകം എന്താണ്? പറഞ്ഞു ഹിംസയാണ്. തുടർന്ന്
കോ ഹി ഭഗവത് പ്രിയ സ്യാദ് യോന്യം നോദ്വേജയത് അനുദ്വിഗ്നഃ. കോ ഹി ഭഗവത് പ്രിയ സ്യാദ്. ഭഗവാന് പ്രിയപ്പെട്ടത് ആരാണ്? ഭഗവത് പ്രിയ, ഭഗവാന് പ്രിയപ്പെട്ടത്. ഇനി വേണമെങ്കിൽ ഭഗവാനെ അങ്ങേയറ്റം പ്രിയമായി കണക്കാക്കുന്നവൻ ആര് എന്നും അർത്ഥം പറയാം. ഭഗവാൻ പ്രിയ യസ്യ സ ഭഗവത് പ്രിയ അഥവാ ഭഗവതഃ പ്രിയ, രണ്ട് രീതിയിലും അർത്ഥം പറയാം. അപ്പം ഭഗവാന്റെ പ്രിയപ്പെട്ടതാര്, അതാണ് സാമാന്യമായ എളുപ്പമായ അർത്ഥം. അതുപോലെ ഭഗവാൻ ആർക്ക് പ്രിയപ്പെട്ടവനോ അവൻ ഭഗവത് പ്രിയൻ. രണ്ടായാലും ചോദ്യം ഒന്നാണ്, ഭഗവത് പ്രിയൻ ആരാണ്? മറുപടി യഹ അനുദ്വിഗ്നഃ അന്യം ന ഉദ്വേജയേത്. അപ്പോൾ ഭഗവാന് പ്രിയപ്പെട്ടതാരെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ബാഹ്യമായ സ്ഥൂലങ്ങളായ അർത്ഥങ്ങളൊക്കെ ചിലപ്പോൾ കണക്കാക്കി എന്ന് വരും. വഴിപാടുകളോ പ്രാർത്ഥനകളോ ഹോമങ്ങളോ ഒക്കെ ചെയ്യുന്നവനെന്നൊക്കെ ചിലർ മനസ്സിലാക്കി എന്ന് വന്നേക്കാം. പക്ഷെ ഇവിടെ പറയുന്നത് യഹ അനുദ്വേഗഃ അനുദ്വിഗ്നഃ, അനുദ്വിഗ്നനായ ആൾ, യഹ യാതൊരാൾ, അന്യം ന ഉദ്വേജയേത് മറ്റൊരാളെ ഉദ്വേഗപ്പെടുത്തുന്നില്ല എങ്കിൽ അയാൾ ഭഗവത് പ്രിയനാണ്. ഉദ്വേഗം എന്ന് പറഞ്ഞാൽ ഞെട്ടലാണ്. ഉദ്വേജയേത് എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്നു എന്നാണ്. ന ഉദ്വേജയേത് എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്നില്ല. സ്വയം അനുദ്വിഗ്നനാണ്, ഉറച്ചിരിക്കുന്നവനാണ്. ഈ പ്രപഞ്ചത്തിലെ ഏതേത് ഭാവവികാരങ്ങളാലും വ്യതിചലിക്കപ്പെടാതെ തന്നിൽ ശാന്തഭാവത്തിൽ ഉറച്ചിരിക്കുന്നവനാണ് അനുദ്വിഗ്നൻ. അയാൾ മറ്റൊരാളെ ദ്രോഹിക്കുന്നില്ല, മറ്റൊരാളെ ഭയപ്പെടുത്തുന്നില്ല, മറ്റൊരാളെ ദുഃഖിപ്പിക്കുന്നില്ല. ഈ വിഷയം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാര് എന്ന് പറയുന്ന സന്ദർഭത്തിൽ ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന വാക്യമാണ്, യസ്മാന്നോദ്വിജതേ ലോകഃ ലോകാന്നോദ്വിജതേ ചയഃ. ആരിൽ നിന്ന് ലോകം ഉദ്വേഗത്തെ പ്രാപിക്കുന്നില്ലയോ, ആര് ലോകത്തിൽ നിന്ന് ഉദ്വേഗത്തെ പ്രാപിക്കുന്നില്ലയോ അവനാണ് എൻ്റെ പ്രിയപ്പെട്ട ഭക്തൻ. അപ്പോൾ മറ്റുള്ളവരെ ഭയപ്പെടുത്താത്തവൻ, മറ്റുള്ളവരെ ഞെട്ടിപ്പിക്കാത്തവൻ. ചിലരുടെ കാഴ്ചയിൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. ചിലർ സംഭാഷണം ചെയ്യാൻ തുടങ്ങുമ്പോൾ വാ തുറക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാവും, എന്താ ഇയാൾ പറയാൻ പോണത്. അവരുടെ ചെയ്തികളെല്ലാം ലോകോപദ്രവകരമായിരിക്കും, അവരുടെ വാക്കുകൾ ലോകോപദ്രവകരമായിരിക്കും, പ്രവൃത്തികൾ, ചിന്തകൾ. അപ്പം അങ്ങനെയുള്ളവരുടെ സ്മൃതി മാത്രത്തിൽ തന്നെ ലോകത്തിന് ഞെട്ടലുണ്ടാകും. അതില്ലാത്ത ശാന്ത സ്വരൂപൻ, അവൻ ഉദ്വേഗമില്ല, അവൻ ആരെയും ഒട്ട് ഉദ്വേഗിപ്പിക്കുന്നുമില്ല. അങ്ങനെയുള്ള ആളാണ് പ്രിയപ്പെട്ട ഭക്തൻ, അതാണ് ഭഗവത് പ്രിയൻ. വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ്. തുടർന്ന് കസ്മാസിദ്ധിസ്തപസോ ബുദ്ധിക്വനുഭൂസുരേ കുതോ ബുദ്ധി വൃദ്ധോപസേവയാ കേ വൃദ്ധാ യേ ധർമ്മതത്വജ്ഞാഃ. ഈ ശ്ലോകത്തിൽ ഒന്നാമത്തെ ചോദ്യം, അതായത് മൊത്തം ചോദ്യങ്ങളിൽ 105-ാമത്തെ പ്രശ്നമാണ്. 105-ാമത്തെ പ്രശ്നം, കസ്മാത് സിദ്ധിഹി, എവിടെ നിന്നാണ് സിദ്ധി ഉണ്ടാവുന്നത്? സിദ്ധി എന്ന് പറയുമ്പോൾ ഐശ്വര്യസിദ്ധി എന്നൊന്നും അർത്ഥമെടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ജീവിതത്തിൽ ഏത് മേഖലയിലുമുള്ള വിജയം സിദ്ധിയാണ്. ആവർത്തിച്ച് പറയട്ടെ, ജീവിതത്തിൽ ഏത് മേഖലയിലുള്ള വിജയവും സിദ്ധി തന്നെയാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് സിദ്ധിയുണ്ട്, കച്ചവടക്കാരെ സംബന്ധിച്ച്, വ്യവസായികളെ സംബന്ധിച്ച്, മറ്റ് തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് സിദ്ധിയുണ്ട്. അപ്പോൾ സിദ്ധി എന്നുള്ളതിന് അനേക തലങ്ങളിൽ നമുക്ക് അർത്ഥം മനസ്സിലാക്കാം. ഇനി ശാസ്ത്രപ്രസിദ്ധമായ അഷ്ടൈശ്വര്യ സിദ്ധികളെല്ലാം ഉണ്ട്. അണിമ, മഹിമ, ഗരിമ, ലഘിമ, പ്രാപ്തി, പ്രാകാമ്യം, ഈശിത്വം, വശിത്വം, ഇങ്ങനെയുള്ള അഷ്ടസിദ്ധികളൊക്കെയുണ്ട്. അത് അഷ്ടൈശ്വര്യ സിദ്ധികളാണ്. അതിസൂക്ഷ്മമായ ഭാവത്തെ പ്രാപിക്കുക, അതിനുള്ള കഴിവുണ്ടാവുക. അതിബൃഹത്തായ ആകാരത്തെ പ്രാപിക്കുക, ഒട്ടും ഭാരമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കുക, അതിഭാരം ഉള്ള അവസ്ഥയെ പ്രാപിക്കുക, ഇച്ഛിക്കുന്നിടത്തെല്ലാം എത്തിപ്പെടുക, ആഗ്രഹിക്കുന്നതൊക്കെ നേടുക, മറ്റുള്ളവരെ നിയന്ത്രിച്ച് വയ്ക്കുക,
എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുക. ഇതാണ് 8 ഐശ്വര്യസിദ്ധികൾ. അപ്പോൾ ഇത്തരം സിദ്ധികളൊക്കെ എവിടെ നിന്നാണ് മനുഷ്യനുണ്ടാവുന്നത്? ഇതാണ് ചോദ്യം. മറുപടി തപസ്സഹ, തപസ്സിൽ നിന്നാണ് സിദ്ധി ഉണ്ടാവുന്നത്. എന്താണ് തപസ്സിൽ നിന്നാണ് സിദ്ധി ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, സിദ്ധിക്കായിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ സാധനകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് തപസ്സെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തപസ്സിൽ നിന്നാണ് സിദ്ധി. ഈ വിഷയം ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് അടുത്ത പ്രാവശ്യമാവട്ടെ. തുടർന്ന് സനാതനധർമ്മം. ഓം അമൃതേശ്വരി നമഃ. ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഭജന കേൾക്കുവാനായി ആശ്രമത്തിൻ്റെ വലിയ ഹാളിൽ ഇരിക്കുകയായിരുന്നു. സാധാരണ ഞാൻ അമ്മയുടെ ഭജനകളിൽ മുഴുകും, ആസ്വദിച്ചു കൂടെ പാടും. പക്ഷെ അന്ന് അമ്മ പാടുന്ന ഭജനകളിൽ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ശ്രദ്ധിക്കുവാനാകുന്നില്ല. കാരണം എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അന്നത്തെ ദിവസം ഒരാൾ എന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ അന്യായമായി പെരുമാറി, ഒരു മാന്യത ഇല്ലാതെ പെരുമാറി. സാധാരണ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിഷമം ഉണ്ടാവാറില്ല, കാരണം ലോകസ്വഭാവം അതാണല്ലോ. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് എന്തോ വല്ലാത്ത വിഷമമായി. അത് മനസ്സിൽ നിന്ന് വിട്ടുകളയാൻ ശ്രമിക്കുമ്പോഴും വേറെന്തിനെക്കുറിച്ച് എങ്കിലും ചിന്തിക്കാൻ ശ്രമിക്കുമ്പോഴും കൂടുതൽ ഇതേ ചിന്തകൾ ഉയർന്നു വന്നു എന്നെ അലട്ടിക്കൊണ്ടേയിരുന്നു. എൻ്റെ ചിന്തകൾ ഇങ്ങനെ കാട് കയറി. എങ്ങനെയാണ് അവളെ പറഞ്ഞു മനസ്സിലാക്കുക അവരുടെ പെരുമാറ്റം തീരെ ശരിയായിരുന്നില്ലെന്ന്, അവൾ എത്രമാത്രം എന്നെ വേദനിപ്പിച്ചുവെന്ന്? എൻ്റെ മനസ്സിൻ്റെ ഈ നെഗറ്റിവിറ്റിക്ക് മുന്നിൽ ഞാൻ തീർത്തും അശക്തയായി. അമ്മ എൻ്റെ മുമ്പിൽ പാടുന്നു അതിമനോഹരമായ ഭജനകൾ, പക്ഷേ അതാസ്വദിക്കുന്നതിന് പകരം എൻ്റെ മനസ്സിൽ കയ്പ് നിറഞ്ഞു. അങ്ങനെയിരിക്കെ ഭജനകളുടെ വരികൾ പ്രൊജക്റ്റ് ചെയ്യാനുള്ള വലിയ സ്ക്രീനിൽ ഒരു വിടരുന്ന പുഷ്പത്തിൻ്റെ സൂം ചെയ്ത് ഫോട്ടോ വന്നു. ആ ചെറുപുഷ്പത്തിൻ്റെ മൃദുലതയിലും സൗന്ദര്യത്തിലും നിറത്തിലും എൻ്റെ മനസ്സ് മുഴുകി. പെടുന്നനെ എന്നെ അലട്ടുന്ന ചിന്തകൾ എന്നെ വിട്ടുമാറി. അമ്മ പറയാറുള്ള വാക്കുകൾ ഓർത്തു. അമ്മ പറയുന്നു, പ്രകൃതിയുടെ സൗന്ദര്യവും പൂർണ്ണതയും നോക്കൂ, പ്രകൃതി എത്ര സന്തുഷ്ടമാണ്. മനുഷ്യൻ്റെ വിവേക ബുദ്ധിയില്ലെങ്കിലും പ്രകൃതി എത്രമാത്രം ആനന്ദിക്കുന്നു. ആ പൂവിനാണെങ്കിൽ എത്രയോ ചെറിയ ആയുസ്സാണുള്ളത്, എന്നാലും ആ പുഷ്പം ആനന്ദത്തോടെ അതിനെ സ്വയം ലോകത്തിന് സമർപ്പിക്കുന്നു. അതിൻ്റെ സൗന്ദര്യവും പരിമളവും നമ്മൾ ആസ്വദിക്കുന്നു. ആ പൂവിൻ്റെ തേൻ വണ്ടുകൾക്കായി സമർപ്പിക്കുന്നു. അതിലൂടെ ആ നറുപുഷ്പം ആനന്ദം കണ്ടെത്തുന്നു. അമ്മ എപ്പോഴും നമ്മോട് പറയാറുണ്ടല്ലോ, മറക്കുവിൻ പൊറുക്കുവിൻ. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? മനസ്സിൽ ഓരോ വെറുപ്പുകളും ദ്വേഷങ്ങളും കൂട്ടി വെച്ച് നമ്മൾ സ്വയം തളർന്നു പോകും. മഹാഭാരതത്തിൽ ഇങ്ങനെ പറയുന്നു, യഥാർത്ഥ കാരുണ്യം ക്ഷമിക്കുക എന്നുള്ളതാണ്. ക്ഷമയാണ് ലോകത്തിനെ ഒരുമിപ്പിക്കുന്നത്. രാമായണത്തിൽ പലയിടത്തിലും സീതാദേവി ക്ഷമ എന്നുള്ള ശ്രേഷ്ഠമായ ഗുണം പ്രകടിപ്പിക്കുന്നു. രാമരാവണ യുദ്ധം അവസാനിച്ചു. ശക്തനായ രാവണൻ നിലംപതിച്ചു. ശ്രീരാമൻ ഹനുമാനെ സീതയുടെ അടുത്തേക്ക് ദൂതുമായി വിടുന്നു. അശോകവനത്തിൽ ദുഃഖിതയായി ഇരിക്കുന്ന സീതയുടെ മുന്നിൽ ഹനുമാൻ വന്നു കൈകൂപ്പി കൊണ്ടു നിൽക്കുന്നു. ഒരു നിമിഷം സീത ദുഃഖം താങ്ങാനാകാത്ത കണ്ണുകളാൽ ഹനുമാനെ നോക്കുന്നു. ആശയുടെ കിരണങ്ങൾ ആ മുഖത്ത് വിരിയുന്നു. ഹനുമാൻ ശ്രീരാമൻ്റെ വാക്കുകൾ സീതയോട് പറയുന്നു, ദേവി, ശ്രീരാമൻ ജീവനോടെ ഇരിക്കുന്നു, ആരോഗ്യവാനായി ഇരിക്കുന്നു. യുദ്ധം നമ്മൾ ജയിച്ചു. വിഭീഷണനെ രാജാവാക്കി വാഴ്ത്തി. വിഭീഷണൻ താമസിയാതെ വരും ദേവിയെ ആനയിച്ചു കൊണ്ടുവരുവാൻ. സീതയുടെ കവിളുകൾ കണ്ണുനീരാൽ നനഞ്ഞു. ദേവി പറഞ്ഞു, അല്ലയോ ഹനുമാൻ, ഇത്രയും നല്ല സന്ദേശം കൊണ്ടുവന്നതിന് ഞാൻ എന്ത് സമ്മാനമാണ് നിനക്ക് നൽകുക? ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന നിവൃത്തി വാക്കുകളാൽ പറഞ്ഞറിയിക്കുവാൻ പറ്റുന്നതല്ല. ഒരിക്കലും എനിക്ക് നിന്നോടുള്ള കടം തീർക്കുവാനാകില്ല. ഹനുമാൻ പറയുന്നു, ദേവിയുടെ സ്നേഹത്തിന് തുല്യമായി വേറൊരു നിധിയും ഈ ലോകത്തിലില്ല.
എനിക്ക് ആ മുഖത്തെ പുഞ്ചിരി കണ്ടാൽ മതി. അതിൽ ഞാൻ ശ്രീരാമൻ്റെയും സന്തോഷം കാണുന്നു. എൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഹനുമാൻ ചുറ്റുമൊന്ന് നോക്കി. എന്നിട്ട് പറയുന്നു, ഈ രാക്ഷസികളെല്ലാം ദേവിയെ കുറേ കാലമായി വല്ലാതെ ഉപദ്രവിച്ചിരുന്നല്ലോ. നമുക്ക് ഇപ്പോൾ അവരെ എന്ത് ചെയ്യണം? വിടർന്ന പുഞ്ചിരിയോടെ സീത പറയുന്നു, ആ രാക്ഷസിമാർ അവരുടെ യജമാനൻ്റെ ഭൃത്യന്മാർ മാത്രമാണ്. രാവണൻ്റെ വാക്കുകൾ അനുസരിച്ചു, അത്രമാത്രം. നാം അവരെ വില ഇരുത്തരുത്. കഴിഞ്ഞ ജന്മം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, ഇതുപോലെ ഒരു വർഷം ദുഃഖിക്കുവാനായി. പക്ഷേ അതെല്ലാം കഴിഞ്ഞില്ലേ? രാമൻ എപ്പോഴും പറയും, കരുണയും നന്മയും മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ധരിക്കേണ്ട ആഭരണങ്ങളെന്ന്. തെറ്റ് ചെയ്യാത്ത ആരുമില്ല ഹനുമാൻ, നമുക്ക് ക്ഷമിക്കാം. എത്രയോ വെല്ലുവിളികൾ സീത നേരിട്ടു. എങ്കിലും ദേവി ഒരു രീതിയിലും ആ വേദനകളെ കെട്ടിപ്പിടിച്ചിരിക്കുന്നില്ല. സീതാദേവിയുടെ സ്വഭാവത്തിൻ്റെ ഈ ശ്രേഷ്ഠത ഒരു സുന്ദര പുഷ്പത്തിൻ്റെ നിർമ്മണം പോലെയായിരുന്നു. നമുക്കെല്ലാവർക്കും സീതയുടെ ജീവിതത്തിൽ നിന്നും പ്രചോദനം നേടാം. അമ്മ പറയുന്നു, ഈ ലോകം ഒരു പൂന്തോട്ടമാണ്. ഒരു പൂന്തോട്ടത്തിൽ പൂക്കൾ വാടും, ഇലകൾ കൊഴിയും. നമ്മൾ കൊഴിഞ്ഞ ഇലകളും പൂക്കളും തൂത്തുവാരി വൃത്തിയാക്കിയാൽ മാത്രമേ ആ പൂന്തോട്ടത്തിലെ പുതിയ ഇലകളുടെയും പുഷ്പങ്ങളുടെയും സൗന്ദര്യം ആസ്വദിക്കാനാകൂ. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും കഴിഞ്ഞ കാലത്തിലുണ്ടായ തിക്താനുഭവങ്ങളുടെ ഓർമ്മകൾ തൂത്തുവാരി കളയണം. നമ്മൾ ക്ഷമിക്കേണ്ടത് ക്ഷമിക്കണം, മറക്കേണ്ടത് മറക്കണം, പൊറുക്കേണ്ടത് പൊറുക്കണം. നമുക്ക് ജീവിതത്തിനെ ആവേശത്തോടെ പുണരാം. സ്ക്രീനിൽ കണ്ട പുഷ്പത്തിൻ്റെ സൗന്ദര്യം എന്നെ ഓർമ്മിപ്പിച്ചു. ഞാൻ ആ വ്യക്തിയോട് കൊണ്ടു നടന്നിരുന്ന വൈമുഖ്യം എന്തൊരു സങ്കുചിതമായിരുന്നു. ഞാൻ എന്നെ സ്വയം തന്നെയല്ലേ വിഷമിപ്പിച്ചും പീഡിപ്പിച്ചും കൊണ്ടിരുന്നത്. ഇങ്ങനെ നമ്മൾ നമ്മുടെ അനിഷ്ടങ്ങളെയും നീരസങ്ങളെയും എല്ലാം കെട്ടിപ്പിടിച്ചു കൊണ്ടിരുന്നാൽ നമ്മളും മറ്റുള്ളവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസവുമില്ല. അമ്മ പറയുന്ന പോലെ നമുക്കെല്ലാവർക്കും ക്ഷമിക്കുവാനും മറക്കുവാനും പൊറുക്കുവാനും കഴിയുന്ന ഒരു ഹൃദയത്തിനായി പ്രാർത്ഥിക്കാം. ഒരു നറുപുഷ്പം പോലെ നമ്മുടെ ജീവിതം പ്രേമത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നറുമണം പടർത്തുവാൻ പ്രാർത്ഥിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഗണപതയേ നമ. ഓം മംഗളനിധിയേ നമഃ. ഓം ഗം ഗണപതയേ നമ. ഓം മംഗളനിധിയേ നമഃ. പഴവങ്ങാടി മഹാഗണപതിയെ അഴലാറ്റിത്തരണേ. പഴവങ്ങാടി മഹാഗണപതിയെ അഴലാറ്റിത്തരണേ.
ഉഴലുകയാണുദയാനിധിയെ നേർവഴി കാട്ടിത്തരണേ തിരുകഴലെത്തിച്ചിടണേ ഉഴലുകയാണുദയാനിധിയെ നേർവഴി കാട്ടിത്തരണേ തിരുകഴലെത്തിച്ചിടണേ ഓം ഗം ഗണപതയേ നമ ഓം മംഗളനിധിയേ നമഃ ഓം ഗം ഗണപതയേ നമ മദഗജമുഖനെ ഗിരിജാസുതനെ ഗണപതി ഭഗവാനേ മദഗജമുഖനെ ഗിരിജാസുതനെ ഗണപതി ഭഗവാനേ മറുക നീയൻ അറിവിൻ പതിയായി ഹരനുടെ തിരുമകനേ ശ്രീ ഹരനുടെ തിരുമകനേ മദഗജമുഖനെ ഗിരിജാസുതനെ ഗണപതി ഭഗവാനേ മറുക നീയൻ അറിവിൻ പതിയായി ഹരനുടെ തിരുമകനേ ശ്രീ ഹരനുടെ തിരുമകനേ മദഗജമുഖനെ ഗിരിജാസുതനെ ഗണപതി ഭഗവാനേ